പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഭഗവത്ഗീതയുടെ മനഃശാസ്ത്രം എന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാമായണം, മഹാഭാരതം ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ച് നിർണായകമായ ഒരു മനഃശാസ്ത്ര വിഷയം തന്നെയാണ്. കാരണം മനുഷ്യൻ ഒരു കാലഘട്ടത്തിലും മാറ്റമൊന്നുമില്ല. അവന്റെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയ്ക്ക്, അവന്റെ ജീവിത രീതികൾക്ക് ഒക്കെ മാറ്റം ഉണ്ടാവും. രാമന്റെ കാലത്തും കൃഷ്ണന്റെ കാലത്തും മനുഷ്യൻ തന്നെയാണ്. രാമനും കൃഷ്ണനും 10 മാസക്കാലം അമ്മയുടെ വയറ്റിൽ ധരിച്ച് പ്രസവിക്കപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവങ്ങളെ കുറിച്ച് പൊതുവെ അമൃതാനന്ദമയി ദേവിയെ കുറിച്ച്, സായിബാബയെ കുറിച്ച് ആളുകൾ പറയും ഈ ആൾ ദൈവമാണെന്ന്. നമ്മുടെ എല്ലാ ദൈവങ്ങളും ആളുകളാണ്. രാമനും കൃഷ്ണനും ആളാണ്. കർമ്മം കൊണ്ട് ഒരാൾക്ക് ദൈവമായിട്ട് മാറാൻ കഴിയും. ശ്രീനാരായണ ഗുരുദേവനായി തീർന്നതാണ് നാണു ആശാൻ. സുധാമണി അമൃതാനന്ദമയി ദേവിയായി മാറിയതാണ്. അപ്പൊ കർമ്മം കൊണ്ട് ഏതൊരാൾക്കും ഈശ്വരനായിട്ട് മാറുവാൻ, ദൈവമായിട്ട് മാറുവാൻ കഴിയും. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം ദ്യോതനാഥ ദൈവ എന്നാണ്. പ്രകാശിപ്പിക്കുന്നത് എന്തോ, ദ്യോതിപ്പിക്കുന്നത്, ഉയർത്തുന്നത്, അങ്ങനെ പല അർത്ഥങ്ങളും അതിനുണ്ട്. അപ്പൊ അതാണ് ദൈവം. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന് ദൈവമാവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ 33 കോടി ദൈവങ്ങൾക്കും മനുഷ്യരൂപങ്ങളല്ലേ. മഹാവിഷ്ണുവിന് എക്സ്ട്രാ 2 കൈയുണ്ടെന്നേ ഉള്ളൂ. ബ്രഹ്മാവിന് ഒരു 3 തല എക്സ്ട്രാ ഉണ്ട്. പരമേശ്വരന് കഴുത്തിൽ ഒരു പാമ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാ മനുഷ്യരൂപത്തിലാണ്. സരസ്വതിയും ലക്ഷ്മിയും ദുർഗയും. ദുർഗയ്ക്ക് 10 കൈകളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ അവന്റെ ദൈവങ്ങളെ എല്ലാം സങ്കല്പിച്ചിരിക്കുന്നത് മനുഷ്യരൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ട് ഈ ലോകത്തിലെ ജീവി എന്ന് പറയപ്പെടുന്നത് മനുഷ്യൻ തന്നെയാണ്. സൃഷ്ട്വാ പുരാണി വിവിധാന്യ ജയാത്മശക്തിയാൽ, ഈ പ്രപഞ്ചത്തിൽ നിന്നും അന്യമല്ലാത്ത ഒരു ശക്തി ഈ കാണുന്ന സർവ്വചരാചരങ്ങളെ ഉണ്ടാക്കി. അത് പ്രപഞ്ചത്തിൽ നിന്നും അന്യമല്ല. ഇസ്ലാമിന്റെ, ക്രൈസ്തവ മതത്തിന്റെ കാഴ്ചപ്പാട് ദൈവം പ്രപഞ്ചത്തിൽ നിന്നും അന്യനായ ഒരു ശക്തിയാണ്. അകലങ്ങളിൽ എവിടെയോ ഒരു സ്വർണ്ണ കസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുണ്ടാവട്ടെ, ഞാനുണ്ടാവട്ടെ, പട്ടി ഉണ്ടാവട്ടെ, പൂച്ചയുണ്ടാകട്ടെ എന്നൊക്കെ പറയുന്ന ഒരു വലിയ ശക്തിയാണ്. പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തിയാണ്. ആ ശക്തി നമ്മൾ ഇത്ര കാലത്തേക്ക് ഇവിടെ അയച്ചു, നമ്മൾ മരിച്ചു, ശരി തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നു. ഇതാണ് മതത്തിന്റെ കാഴ്ചപ്പാട്. പെർമനന്റ് സ്വർഗം, പെർമനന്റ് നരകം. നരകം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റെ വലിയൊരു കേന്ദ്രമാണ്. സ്വർഗോ സുഖങ്ങളുടെ പറുദീസയാണ്. അപ്പൊ ഈ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുവാൻ മരണാനന്തരം നിങ്ങൾക്ക് കഴിയുന്ന ഒരു സോഴ്സായിട്ടാണ് സ്വർഗ നരകങ്ങളെ മതങ്ങൾ കാണുന്നത്. അതാണ് ആത്യന്തികമായിട്ടുള്ള അവരുടെ ലക്ഷ്യം. സ്വർഗത്തിന് വേണ്ടി മരിക്കുക, സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുക. കഴിഞ്ഞ ദിവസം ഉസ്താദിന്റെ മനോഹരമായ ഒരു പ്രഭാഷണം കേട്ടു. അദ്ദേഹം പറയാണ് സ്വർഗത്തിൽ ശൗചാലയങ്ങളില്ല, കക്കൂസില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിനൊന്നും എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവില്ല. അപ്പൊ നമ്മൾ പ്രബോധകന്മാരാണ്. പ്രബോധകന്മാർ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം, എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. ഇത് സാധാരണക്കാരോടൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. ദൈവമുണ്ട് എന്നത് സത്യത്തിൽ അന്ധവിശ്വാസമാണ്. കാരണം ദൈവമുണ്ട് എന്നതിന് നമ്മുടെ കയ്യിൽ ഒരു തെളിവില്ല. നമ്മളാരും ദൈവത്തെ കണ്ടതിന് ശേഷമല്ല ദൈവത്തെ പൂജിക്കാൻ തുടങ്ങിയത്. ഗുരുവായൂരപ്പനുണ്ട്, ശബരിമല അയ്യപ്പനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത് സത്യത്തിൽ കല്ലുകളിലൂടെയാണ്, പ്രതീകങ്ങളിലൂടെ. അത് വിഗ്രഹം എന്നാണ് അതിന്റെ പേര്. വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ. വസ്തുവിലൂടെ തത്വത്തെ ഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ പേരാണ് വിഗ്രഹം. അപ്പൊ ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാട്. ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആചാര്യന്മാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈശ്വരൻ സർവ്വവ്യാപിയാണ്. ഈശ്വരന് ആരാധനയില്ല. ഈശ്വരനെ അറിയലാണ്. ഈശ്വരന് ആരാധനയില്ല. ഈശ്വരനെ അറിയുക എന്നുള്ളതാണ്. എന്നാൽ ഈശ്വരനിലേക്ക് എത്തിച്ചേരുവാൻ വഴികൾ എത്രയാണ്? 33 കോടി വഴികൾ. അതുകൊണ്ടാണ് നമുക്ക് 33 കോടി സെലക്ഷൻ ഇഷ്ടം പോലെയാണ്. ഒരു തുണിക്കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അഭിരുചികൾ വ്യത്യസ്തല്ലേ. സാരി എടുക്കുന്നവര്, ചുരിദാർ എടുക്കുന്നവരില്ലേ. ഇനി വസ്ത്രങ്ങളുടെ കളറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിരുചികൾ വ്യത്യസ്തല്ലേ. ആണ്. അപ്പൊ നമുക്ക് സെലക്ഷൻ ഉണ്ട്. ഹിന്ദുവില് ദൈവങ്ങൾക്ക് സെലക്ഷൻ ഉണ്ട്. കുട്ടിച്ചാത്തനുണ്ട്, കരിങ്കുട്ടിച്ചാത്തനുണ്ട്, കാളിയുണ്ട്, ഭദ്രകാളിയുണ്ട്. ഇനി സാത്വികമായ ആരാധന വേണ്ടവർക്ക് അതുണ്ട്. താമസികമായ ആരാധനയുണ്ട് അല്ലേ. കള്ളൊക്കെ നിവേദിക്കുന്ന, മദ്യം നിവേദിക്കുന്ന ക്ഷേത്രങ്ങളില്ലേ, താമസികമായ ആരാധനയാണ്. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് കല്ലേരി കുട്ടിച്ചാത്തൻ. പ്രശസ്തമായ ഒരു അമ്പലമാണ്. അവിടെ വെള്ളിയാഴ്ചകളില് ഒരു 2500-3000 ആളുകൾ ഉണ്ടാവും. മിക്കവാറും ആളുകള് മദ്യവും കൊണ്ടാണ് വരിക. മദ്യമാണ് കുട്ടിച്ചാത്തന് കൊടുക്കുക. മനസ്സിലായല്ലോ. എന്നാൽ ഇതും കൊണ്ട് ഗുരുവായൂരിൽ ചെന്നാലോ, ഗുരുവായൂരപ്പന് മദ്യമായിട്ട് ചെന്നാലോ,
അടി തീരുവോ? പ്രശ്നങ്ങൾ അവസാനിക്കില്ലേ? അപ്പോ ഒരു പട്ടി ഗുരുവായൂർ അമ്പലത്തിന്റെ ശ്രീകോവിൽ ഓടി കയറിയാലോ? ശുദ്ധികലശം, വേറെ വഴിയില്ല. എന്നാൽ ഇതേ പട്ടി മടപ്പുരക്കൽ ഓടി കയറിയാലോ? ഒരു കുഴപ്പമില്ലെന്നേ. മുത്തപ്പന്റെ വാഹനമാണ് നായ, പട്ടി. മനസ്സിലായല്ലോ? അപ്പൊ ഈ വൈവിധ്യങ്ങളുടെ ഏകതയാണ് ഹിന്ദുത്വം. എന്തൊരു മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിർബന്ധവുമില്ല, വൈവിധ്യങ്ങളിൽ ഏകത. തോട്ടവും കാടും പോലെ. വനം എന്ന് പറഞ്ഞാൽ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തൊക്കെ കിളികള്, എന്തൊക്കെ മരങ്ങള്, ഏതൊക്കെ മൃഗങ്ങള്. കാട് കാണാൻ പോകാറില്ലേ? നമ്മള് പോകാറുണ്ടല്ലേ? അവസരം കിട്ടുമ്പോഴൊക്കെ കാട് കണ്ട് മടുക്കാറുണ്ടോ? കടല് കണ്ട് മടുത്തുപോയി എന്ന് പറഞ്ഞവരുണ്ടോ? ഇല്ല, കടലും കാടും കണ്ട് മടുക്കില്ല. എന്നാൽ തോട്ടം കാണാൻ പോകാറുണ്ടോ? തേയിലത്തോട്ടം, റബ്ബർ തോട്ടം, കാപ്പിത്തോട്ടം ഒറ്റവിള കൃഷിയാണ്. ഇതാണ് മതം. മതം ഒറ്റവിള കൃഷിയാണ്. ധർമ്മം വനമാണ്. അവിടെ വൈവിധ്യങ്ങളുണ്ട്. വൈവിധ്യങ്ങളുടെ ഏകതയുടെ പേരാണ് വനം. വനം എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളാണ്, കുറെ കിളികളാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറെ പക്ഷികളും കുറെ മൃഗങ്ങളും താമസിക്കുന്ന ഒരു വീട്, അങ്ങനെയല്ലല്ലോ നമ്മൾ അതിനെ കാണുന്നത്. വനം മനോഹരമാകുന്നത് അതിന്റെ വൈവിധ്യത്തിലെ ഏകത കൊണ്ടാണ്. ഇതാണ് ഹിന്ദുത്വം. വൈവിധ്യത്തിലെ ഏകതയാണ്. അമ്പലത്തിൽ പോകുന്നവന് എന്തുവാണ്, പോകാത്തവന് എന്തുവാണ്? ഈശ്വര വിശ്വാസിയായ വാൽമീകി മഹർഷിയാണ്. ആയുർവേദം എന്ന ശാസ്ത്രം എന്ന് എഴുതിയ ചരക മഹർഷിയാണ്. കാമശാസ്ത്രം എഴുതിയ വാത്സ്യായന മഹർഷിയാണ്. എന്തിനേറെ ദൈവം ഇല്ല എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആരാ? നിരീശ്വരവാദി ചാർവാകൻ. ചാർവാകൻ ഒരു വ്യക്തിയല്ല, പക്ഷെ ചാർവാകൻ എന്ന് പറയുമ്പോൾ വ്യസിച്ചവൻ എന്ന് വ്യാസനെ പറയാറില്ല നമ്മൾ. വേദങ്ങളെ 4 പകുത്തതോടുകൂടി കൃഷ്ണദ്വൈപായനന്റെ പേരെന്തായി മാറി? വേദവ്യാസൻ എന്നായി മാറിയതുപോലെ ഇദ്ദേഹത്തെ ചാർവാകനെ മഹർഷി നമ്മൾ വിളിച്ച്. ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാലും ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് മഹർഷിയാണ്. എന്തൊരു അത്ഭുതം എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചാർവാകൻ പറയും, കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നെയ് കൂട്ടി ഭക്ഷണം കഴിച്ചോ. പുനരാഗമനം ഹുദ, വീണ്ടും ഒരു മടങ്ങി വരവ് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നമ്മൾ ഈ പുനർജന്മം പൂർവ്വജന്മം ഇതല്ലേ നമ്മുടെ ബേസ്. ഈ വിശ്വാസമല്ലേ നമുക്കുള്ളത്. പക്ഷെ അദ്ദേഹം പറയാണ് അങ്ങനെ ഒരു മടങ്ങി വരവൊന്നുമില്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നെയ് കൂട്ടി ഭക്ഷണം കഴിച്ചോളൂ. എന്ന് വെച്ചാൽ നെയ്ക്ക് നല്ല പൈസ അന്നും ഇന്നും ഉണ്ട്. അപ്പൊ അതുകൂട്ടി ഭക്ഷണം കഴിച്ചോളൂ, വീണ്ടും ഒരു മടങ്ങി വരവ് കൊണ്ട് പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് ചാർവാകൻ നമുക്കാരാ? മഹർഷിയാണ്. അപ്പൊ ഇതാണ് ഹിന്ദുത്വം. വൈവിധ്യങ്ങൾ, ആ വൈവിധ്യങ്ങളുടെ ഏകത. അപ്പൊ ഇതെല്ലാം നിറഞ്ഞ മനോഹരമായ ഒരു വനമാണ് ഹിന്ദുത്വം, സനാതന ധർമ്മം. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ് വേദം. ആ വേദത്തിന്റെ വ്യാഖ്യാനമാണ് ഇതിഹാസം. വേദം വലിയ തത്വങ്ങൾ. അസത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാന്മാ പ്രമഥ. സത്യം പറയൂ, ധർമ്മത്തെ ആചരിക്കൂ, സ്വന്തം ജോലിയിൽ മടി കാണിക്കാതിരിക്കൂ. ഇതൊക്കെ പറയാൻ എളുപ്പല്ലേ? ഇതെങ്ങനെയാണ് ധർമ്മത്തെ വ്യാഖ്യാനിക്കുക? അപ്പൊ ധർമ്മത്തെ വ്യാഖ്യാനിച്ചു. രാമനെ കാണിച്ചെന്നിട്ട് പറഞ്ഞു, ഇതാണ് ധർമ്മം. രാമോ വിഗ്രഹവാൻ ധർമ്മ. ഇതാരാ പറഞ്ഞെന്നറിയോ രാമനെ കുറിച്ച്? മാരീശൻ പറഞ്ഞതാണ്. രാമന്റെ ബാണമേറ്റ് മരിച്ച ആള് പറഞ്ഞതാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ സാധുസത്യ പരാക്രമ. അപ്പോ സാധുസത്യ പരാക്രമനായ രാമൻ ധർമ്മത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ആ ധർമ്മത്തിന്റെ വ്യാഖ്യാനമാണ് ഇതിഹാസം. ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ സംഭവിച്ചത് എന്നാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചു രാമനും കൃഷ്ണനും. അവരുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷങ്ങളുണ്ട്. ആ ധർമ്മത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയ 2 മഹാത്മാക്കളാണ് രാമനും കൃഷ്ണനും. ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് ജീവിതം ഒഴിഞ്ഞുവെച്ചു രാമൻ. ധർമ്മ സംരക്ഷണത്തിന് നിറഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ചു രാമൻ. മക്കൾ ആരെന്ന് തിരിച്ചറിയാതെ മക്കളുടെ പാട്ട് അയോധ്യയിൽ വെച്ച് കേട്ടു രാമൻ. ആ രാമൻ ഒടുവിൽ മക്കളെ കാണുമ്പോൾ, അമ്മയെ കാണുമ്പോൾ, ആ അമ്മ ഭൂമിക്കടിയിലേക്ക്, ഈ മക്കളുടെ അമ്മ അതായത് സീതാദേവി ഭൂമിക്കടിയിലേക്ക് മറഞ്ഞു പോകുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രാമനെ പഠിച്ചാൽ മതി. രാമൻ അനുഭവിച്ചതിന്റെ 1000-ൽ1 പ്രശ്നം നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. ആസ് എ കൗൺസിലർ, ഒരു കൗൺസിലർ എന്ന രീതിയിൽ നമ്മുടെ പാഠ്യവിഷയങ്ങളിൽ ഒന്ന് രാമനാണ്. കാരണം രാമൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഏതാ? നാളെ രാവിലെ രാജാവാകേണ്ട ആളാ ഇന്ന് രാവിലെ 14 കൊല്ലം കാട്ടിലേക്ക് പോകുന്നത്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച രാജകുമാരൻ കാട്ടാറിലെ വെള്ളം കുടിച്ചും കായ്കനികൾ ഭക്ഷിച്ചും ഗുഹയ്ക്കുള്ളിൽ കിടന്നുറങ്ങിയും എല്ലാം ജീവിച്ച രാമന്റെ കഥ ഒരു കൗൺസിലർ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം ജീവിതത്തിൽ പ്രതിസന്ധികൾ എപ്പോഴും ഉണ്ടാവും. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ആ ജീവിതത്തിന്റെ ഭാഗ.
അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. യുദ്ധങ്ങൾ എപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇല്ലേ, യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 2-3 വർഷമായിട്ട് കഴിഞ്ഞു അല്ലേ? സമാധാനമായിട്ടില്ല. ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം വലിയ യുദ്ധങ്ങളായിരുന്നു. മഹാഭാരത യുദ്ധം വലിയ യുദ്ധമായിരുന്നു. രാമായണത്തിൽ യുദ്ധം ഉണ്ടായിരുന്നു. യുദ്ധം എല്ലാ കാലത്തുണ്ട്, പ്രശ്നങ്ങൾ എല്ലാ കാലത്തുണ്ട്. രാമനുണ്ടെങ്കിൽ രാവണനുണ്ട്, കൃഷ്ണനുണ്ടെങ്കിൽ കംസനുണ്ട്. ഭഗവാൻ ജനിച്ചത് കാരാഗ്രഹത്തിലാ. 6 ഏട്ടന്മാരാര് കൊന്നതാ? അമ്മാവൻ കൊന്നതാ, ശ്രീകൃഷ്ണന്റെ. എന്നിട്ട് ശ്രീകൃഷ്ണൻ അതിലെവിടെയും മഹാഭാരതത്തിൽ ചിന്തിച്ചാൽ കരഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഭഗവാൻ കരയുന്ന രംഗം ഉണ്ടോ? കുചേലിനെ കണ്ടപ്പോൾ ആനന്ദാശ്രു പൊഴിച്ചതാണ്. ആനന്ദാശ്രു പൊഴിക്കൽ കരച്ചിലല്ല. സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നാൽ അത് കരച്ചിലല്ല. ഭഗവാന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ. ഒടുവിൽ വേടന്റെ അമ്പേറ്റ് ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ഭഗവാന്റെ ജീവിതത്തിൽ സത്യത്തിൽ സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ? 42 ലക്ഷം ആളുകളുടെ മരണത്തിന് കാരണമായിരുന്നു മഹാഭാരത യുദ്ധം. അതിൽ ലീഡ് ചെയ്താരാ? സത്യത്തില് ഭഗവാനാണ് അതിൽ ലീഡ് ചെയ്തത്. എന്നിട്ട് അർജുനെയും ഭീമനെയൊക്കെ ഉപയോഗിച്ച് എല്ലാവരെയും ഭഗവാൻ കൊല്ലിച്ചു. എന്നിട്ടൊരു കൂസലുണ്ടോ ഭഗവാൻ? എത്രയേറെ ആളുകൾ മരിച്ചിട്ട് ഭഗവാൻ എന്തെങ്കിലും കൂസലുണ്ടോ? ഒരു കൂസലില്ല. കാരണം ഭഗവാൻ ഗീതയിൽ പറയും, ജാതസ്യ ധ്രുവവും മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് പരിഹാരാർത്ഥേ നത്വം ശോചിത്തും അർഹസി എന്ന്. ജനിച്ചാൽ മരണം നിശ്ചയം, കയ്യിലിരിപ്പ് പോലെ. മരിച്ചാൽ ജന്മവും നിശ്ചയം അല്ലെ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കും. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ. ഒരു പരിഹാരം ഇതിനില്ല. തസ്മാത് പരിഹാരാർത്ഥേ നത്വം ശോചിത്തും അർഹസി. നീ എന്തിന് ശോചിക്കുന്നു, ദുഃഖിക്കുന്നു അർജുന? നീ ഭീഷ്മരെ കൊന്നില്ലെങ്കിലും ഭീഷ്മർ മരിക്കും. നീ ദ്രോണരെ കൊന്നില്ലെങ്കിലും ദ്രോണർ മരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും വയസ്സായിട്ട് മരിച്ചാൽ പോരെ എന്നായിരുന്നു അർജുന്റെ ഉള്ളിലെ ചിന്ത. അത് പറ്റില്ല. ഒസാമ ബിൻ ലാദനെ ഇപ്പൊ ഇല്ലാതാക്കണം. ഒസാമ ബിൻ ലാദനെ ഇപ്പൊ ഇല്ലാതായില്ലെങ്കിലും ഒസാമ ബിൻ ലാദൻ മരിക്കും. ഒസാമ ബിൻ ലാദന്റെ ഒരു 20 വർഷം കഴിഞ്ഞാണ് മരിക്കുന്നതെങ്കിൽ അത്രയും അനീതി ഈ ലോകത്തുണ്ടാവും. അതുകൊണ്ടാണ് സൗമ്യയെ മനഭംഗം ചെയ്ത് കൊന്ന ആ അക്രമിയെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. എന്തുകൊണ്ടാണ്? സൗമ്യ തിരിച്ചു വരുമോ? സൗമ്യ തിരിച്ചു വരില്ല. പക്ഷേ അയാളെ കൊന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരു സൗമ്യ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അധർമ്മത്തിന്റെ ശരീരത്തെ നശിപ്പിക്കേണ്ടത് അർജുന നിന്റെ കടമയാണ്. അധർമ്മത്തിന്റെ ശരീരങ്ങൾ നീ നശിപ്പിക്കണം. ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. ശരീരം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷയിക്കുന്നത് എന്നാണ്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ് ഈ ശരീരം. പക്ഷെ അതിനെ നീ ഇന്ന് കൊല്ലണം. എന്തിനാണ്? അവർ അധർമ്മത്തിന്റെ പക്ഷത്താണ്. ഒരു സ്ത്രീയുടെ വസ്ത്രം അഴിക്കുമ്പോൾ നോക്കിയെന്നവരാ ഇല്ലേ ഭീഷ്മരും ദ്രോണരൊക്കെ? ഒരു യുവതിയുടെ വസ്ത്രം കുറെ പേർ ചെന്ന് അഴിക്കുമ്പോൾ ധൃതരാഷ്ട്രക്ക് വേണമെങ്കിൽ ന്യായീകരണം പറയാം, എനിക്ക് കണ്ണ് കാണില്ല എന്ന്. പക്ഷെ ഇവർക്ക് രണ്ടുപേരും കണ്ണ് കാണാം. ഭോഗസുഖങ്ങളിൽ അടിമപ്പെട്ടു പോയി. പ്രായമായപ്പോൾ സമ്മാനങ്ങൾ കൊടുത്ത് കീഴ്പ്പെടുത്തി കളഞ്ഞു. നമ്മുടെ VS അച്യുതാനന്ദനെ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുഖ്യമന്ത്രിയാക്കാൻ എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനായ സമയത്ത് അദ്ദേഹത്തിന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കി. ഇതെന്താ സാധനമൊന്നും അയാൾക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഖജനാവിൽ നിന്ന് 11 കോടി പോയി. മനസ്സിലായില്ലേ? അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ നൽകി പ്രായമുള്ള ആളുകളെ സ്വാധീനിക്കുക. അങ്ങനെയാണ് രാജ്യസഭ ഉണ്ടായത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അധികാരത്തിൽ ഇവർ പോവുകയുമില്ല, പ്രശ്നങ്ങളുമായിരിക്കും. അപ്പൊ അവരെ അധികാരമില്ലാതെ സ്ഥാനമാനങ്ങൾ കൊടുത്തായിരുന്നു രാജ്യസഭ. സത്യത്തിൽ ലോകസഭയും രാജ്യസഭയും രണ്ടെണ്ണത്തിന്റെ ആവശ്യമില്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളാണ് ലോകസഭയിലുള്ളത്. രാജ്യസഭ MLA-മാര് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ എല്ലാ കാലത്തും ഉണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഇവരെ നീ കൊല്ലണം എന്ന് അർജുനോട് ആര് പറയുന്നു? ഭഗവാൻ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെയൊക്കെ കാരണമായ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കണം. 42 ലക്ഷം ആളുകളുടെ മരണത്തിന് കാരണം, ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം, ഏട്ടന്റെ അനിയന്റെ മക്കൾ തമ്മിൽ തല്ലി മരിക്കാനുണ്ടായ കാരണം, ഇതിന്റെ എല്ലാം കാരണം എവിടുന്ന് തുടങ്ങുന്നു എന്ന് വെച്ചാൽ അശ്രദ്ധയിൽ നിന്ന് തുടങ്ങുന്നു. അശ്രദ്ധയിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. ഇന്ന് ഒരു 15 വയസ്സുകാരനെ നെഞ്ചക്ക് കൊണ്ട് അടിച്ചു കൊന്നു കളഞ്ഞു. റീസെന്റ് ഒരാഴ്ചക്ക് മുമ്പ് ഇല്ലേ? എവിടെയായിരുന്നു അശ്രദ്ധ തുടങ്ങിയത്? ആദ്യം വീട്ടിലായിരുന്നു, പിന്നെ സ്കൂളിലായിരുന്നു, പിന്നെ സമാജത്തിലായിരുന്നു. സമാജം ഇടപെടുന്നില്ലല്ലോ ഇന്ന്. കുട്ടികൾ തമ്മിൽ തല്ലുമ്പോൾ സമാജം ഇടപെടാറുണ്ടോ? കുട്ടികൾ തമ്മിൽ തല്ലുമ്പോൾ അധ്യാപകന്മാർ ഇടപെടാറുണ്ടോ? പോലീസ് ഇടപെടുന്നുണ്ടോ? എവിടെ ഇടപെടൽ നടക്കുന്നില്ല. അശ്രദ്ധ. ഇതുപോലെ ദുര്യോധനൻ വളർന്നു വരുമ്പോ
ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും ഉണ്ടായ അശ്രദ്ധ, അവന്റെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്തി അത് പരിഹരിക്കുവാൻ പറ്റാത്ത അച്ഛനും അമ്മയ്ക്കും അവൻ കൊടുത്ത പണി എന്തായിരുന്നു? അവൻ കാരണം അവന്റെ അനുജന്മാര് 99 പേര് മരിച്ചുപോയി. ഒരൊറ്റ ദുര്യോധനൻ കാരണം അവന്റെ അനുജന്മാര് 99 പേര് മരിച്ചുപോയി. ഈ ദുര്യോധനൻ ജനിച്ചപ്പോ തന്നെ വലിയ അനർത്ഥങ്ങൾ ഉണ്ടായി. ഈ കുറുക്കന്മാർ കോരിയിട്ടു, കഴുതകൾ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വിതുരർ പറയുന്നുണ്ട്, ദുഷ്ടനാണ് ഇവൻ. വിതുരർ വളരെ ബുദ്ധിശാലിയാണ്. അപ്പൊ വിതുരർ പറയുന്നുണ്ട്, ഇവനെ കൊല്ലണം, ഈ ജനിച്ച ഉടനെ അവരെ കൊല്ലണം എന്ന് ധൃതരാഷ്ട്രോട് പറയുന്നു. അപ്പൊ ധൃതരാഷ്ട്ര ചൂടാവുകയാണ്. അപ്പോ വിതുരർ പറയുകയാണ്, കുടുംബത്തെ രക്ഷിക്കുവാൻ അംഗത്തെയും, ഗ്രാമത്തെ രക്ഷിക്കുവാൻ കുടുംബത്തെയും, രാഷ്ട്രത്തെ രക്ഷിക്കുവാൻ ഗ്രാമത്തെയും ബലി കൊടുക്കണം. ഒരു നീതിശാസ്ത്ര. ഒരു കുടുംബത്തെ മൊത്തം നശിപ്പിക്കാൻ കുടുംബത്തിലെ ഒരംഗം ഒരുങ്ങുകയാണെങ്കിൽ കുടുംബം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ അംഗത്തെ നശിപ്പിച്ച് കുടുംബത്തെ രക്ഷിക്കണം. ഒരു കുടുംബം ഒരു ഗ്രാമത്തെ മൊത്തം നശിപ്പിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ആ ഗ്രാമം ഒറ്റക്കെട്ടായി നിന്ന് ആ കുടുംബത്തെ നശിപ്പിച്ച് ഗ്രാമത്തെ രക്ഷിക്കണം. ആലോചിച്ചു, ചെന്താമരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറേ വർഷം മുമ്പ് ഒരു സ്ത്രീയെ കഴുത്തറത്ത് കൊന്നു. അയാൾ ജയിലിലായിരുന്നു. നാട്ടിൽ വരാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു. അയാൾ വന്നു. എന്നിട്ട് എത്ര വർഷം മുമ്പാണോ കഴുത്തറത്ത് ഒരു സ്ത്രീയെ കൊന്നത്, അവിടെ ഭർത്താവിനെയും അയാളുടെ അമ്മയെയും കൊന്നു കളഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ചെന്താമൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്വൈര്യം ഉണ്ടാവോ? ഉണ്ടാവില്ല അല്ലേ? പക്ഷെ സമാജം ശാന്തമാകണമെങ്കിൽ സമസ്തവും ശാന്തമാകണം. നമുക്ക് ശാന്തമായിരിക്കണമെങ്കിൽ ലോകത്തിന് ശാന്തം ഉണ്ടാവണം. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായതിനു ശേഷം ലോകം മുഴുവൻ സഞ്ചാരമായിരുന്നു. ഓരോ രാജ്യങ്ങളും, ഈവൻ പാകിസ്ഥാൻ വരെ സന്ദർശിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിലെ ചില സോഷ്യൽ മീഡിയ വിപ്ലവകാരികൾ പറഞ്ഞു, നരേന്ദ്രമോദി ഇന്ത്യയിൽ. പലപ്പോഴാണ് മോദിജി ഇന്ത്യയിൽ കാണുക. അപ്പൊ മോദി ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. പക്ഷേ ഭാരതത്തിന് ശാന്തി ഉണ്ടാകണമെങ്കിൽ പാകിസ്ഥാന് ശാന്തി ഉണ്ടാവണം. ഭാരതത്തിന് ശാന്തി ഉണ്ടാകണമെങ്കിൽ ബംഗ്ലാദേശിന് ശാന്തി ഉണ്ടാവണം. ഭാരതത്തിന് ശാന്തി ഉണ്ടാവണമെങ്കിൽ ചൈനക്കും ശാന്തി ഉണ്ടാവണം. 7 രാജ്യങ്ങളാണ് നമുക്ക് ചുറ്റും അയൽ രാജ്യങ്ങൾ. നേപ്പാൾ ശാന്ത കൊണ്ട് ഭാരതത്തിന് ശാന്തിയാ. ഭൂട്ടാൻ ശാന്ത കൊണ്ട് ഭാരതത്തിന് ശാന്തിയാ. പാകിസ്ഥാൻ ശാന്തമേ അല്ല 75 വർഷമായിട്ട്. ഭാരതത്തിന് ശാന്തിയേ ഇല്ല. ചൈന ശാന്തമല്ല, കമ്മ്യൂണിസമാണ്, തെരഞ്ഞെടുപ്പില്ല, ജനാധിപത്യമില്ല. ഭാരതത്തിന് ശാന്തിയില്ല. ബംഗ്ലാദേശ് അക്രമകാരികളാണ്, ഭാരതത്തിന് ശാന്തിയില്ല. അയൽക്കാരൻ അശാന്തനായാൽ നമ്മുടെ ശാന്തി പോവും. നമ്മൾ കരുതും നമ്മുടെ ഫ്ലാറ്റിൽ നമ്മൾ സുരക്ഷിതരാണെന്ന്. അയൽക്കാരൻ അശാന്തനായാൽ നമ്മുടെ ശാന്തി പോകും. അയൽ രാജ്യം അശാന്തമായാൽ നമ്മുടെ രാജ്യത്തിന് അശാന്തി പോകും. ഒസാമ ബിൻ ലാദന്റെ ഉള്ളിൽ അശാന്തി ഉണ്ടായപ്പോൾ അത് ലോകത്തിന്റെ അശാന്തിയായി തീർന്നു. ഒരു വിവേകാനന്ദ സ്വാമികളുടെ ഉള്ളിൽ ശാന്തി ഉണ്ടായപ്പോൾ അത് ലോകത്തിന്റെ ശാന്തിയായി. അമൃതാനന്ദമയി അമ്മയുടെ മുന്നിൽ ശാന്തി ഉണ്ടായപ്പോൾ, ഉള്ളിൽ ശാന്തി ഉണ്ടായപ്പോൾ ലോകം മുഴുവൻ ആ കാൽക്കീഴിൽ വന്ന് വീണു. സായിബാബയുടെയും ശ്രീ ശ്രീ രവിശങ്കറിന്റെയും ഉള്ളിൽ ശാന്തി ഉണ്ടായപ്പോൾ ലോകം അവരെ തേടി തേടി വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അവിടെയാണ് ശാന്തസുന്ദരമായ ഒരു ജീവിതത്തെ നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഐതിഹാസികമായ ഗ്രന്ഥമാണ് മഹാഭാരതം. അപ്പൊ ആ മഹാഭാരതത്തിന്റെ മധ്യത്തിലാണ് ഭഗവത്ഗീത. എല്ലാവരുടെയും കയ്യിൽ ഭഗവത്ഗീത ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ വാങ്ങണം കേട്ടോ. 700 ശ്ലോകം, 18 അധ്യായം, സിമ്പിളാണ്. അപ്പൊ ആ ഭഗവത്ഗീതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർച്ച് മാസം കൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കണം. കാരണം ഭഗവത്ഗീത നമ്മൾ സംസാരിക്കണമെങ്കിൽ ഇത് അർജുനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു. അർജുനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോ അർജുൻ അത് കേട്ടു. അർജുനൻ ചില സംശയങ്ങൾക്ക് ചോദിച്ചു. ആ സംശയങ്ങൾക്കെല്ലാം ഭഗവാൻ മറുപടിയും കൊടുത്തു. എന്നിട്ടും അർജുന്റെ സംശയം മാറിയില്ല. ഭഗവാനോട് ചോദിച്ചു, ഭഗവാന് നിങ്ങൾ ആരാ? അപ്പൊ വിശ്വരൂപ ദർശനം കാണിച്ചു അല്ലേ? 11ാമത്തെ അധ്യായത്തിന്റെ പേര് വിശ്വരൂപ ദർശന യോഗം എന്നാണ്. തന്റെ സ്വന്തം ഭാവം ഏതാണ്, ഞാൻ ആരാണ് അർജുന, ഞാൻ എന്തല്ല എന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അർജുന്റെ സംശയം മാറിയോ? മാറിയില്ല കേട്ടോ. അർജുനൻ വീണ്ടും സംശയം ചോദിച്ചു. അങ്ങനെയാണ് 11ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീത അവസാനിക്കണം. വീണ്ടും വീണ്ടും സംശയം ചോദിച്ചു. ആ സംശയത്തിനെല്ലാം ഭഗവാൻ തൃപ്തികരമായ മറുപടി കൊടുത്തു. എന്നിട്ട് 18ാമത്തെ അധ്യായം 64ാമത്തെ ശ്ലോകം ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ്യ വിമർശതൈദശേഷേണ യഥേച്ഛസി തഥാ കുരു. അർജുന, ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത
അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു എന്നുകൊണ്ട് മാത്രം നീ കണ്ണടച്ച് വിഴുങ്ങരുത്. ഇത് വിമർശന ബുദ്ധിയോടുകൂടി ഇതിനെ പഠിക്കണം, മനനം ചെയ്യണം, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കണം, തള്ളേണ്ടതിനെ തള്ളണം, കൊള്ളേണ്ടതിനെ കൊള്ളണം. പ്രബോധകന്മാർ എപ്പോഴും അങ്ങനെയായിരിക്കണം. അന്ധവിശ്വാസത്തിന്റെ അടിമയാകരുത്. ആ ഏലസ് അരയിൽ കെട്ടിയാൽ വീട്ടിൽ പണം വന്നുകൊണ്ടേയിരിക്കും. ഏലസ് മേടിച്ച് കെട്ടരുത്. പണിക്ക് പോയാലേ വീട്ടിൽ പൈസ വരുള്ളൂ. അല്ലെ, മാന്ത്രിക ഏലസ് കണ്ടിട്ടില്ല? അതെ, മാന്ത്രിക ഏലസൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അയാൾ പറഞ്ഞു ഈ ഏലസ് കയ്യിൽ കിട്ടിയാൽ പണം വരും. അപ്പൊ അദ്ദേഹം മന്ത്രിച്ചു, 10,000 രൂപ ഏലസിന് വെച്ചു. എല്ലാവരും വന്ന് മേടിച്ചു കൊണ്ടുപോയി. അദ്ദേഹത്തെ സംബന്ധിച്ച് കറക്റ്റ് ആയിരുന്നു. ആ ഏലസ് മൂപ്പര് കിട്ടിയപ്പോൾ ഈ മന്ത്രവാദിയെ തേടി ആളുകൾ പോയിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മളെല്ലാ വിചിന്തനവും പ്രബോധകന്മാർ ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ബേസ് പറഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് കടക്കാൻ. യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷിയുടെ ശ്ലോകം കേട്ടിട്ടുണ്ടോ? കേട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടോ, പഠിക്കുകയും ചെയ്തിട്ടുണ്ടാവും. എങ്കിലും അത് നമ്മുടെ ഹൃദയത്തിൽ തറച്ചു വെക്കണം. ഞാൻ പ്രബോധകന്മാരോടാണ് പറയുന്നത് എന്ന ഭാവത്തിൽ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. ഇതൊന്നും പോയിട്ടൊരു വിശ്വാസിയോട് പറയരുത് കേട്ടോ. യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാതപി. യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം. അന്യത് യുക്തിരഹിതമായത് തൃണമിവ ത്യാജ്യം, പുല്ലുപോലെ വലിച്ചെറിയണം. അപ്യുക്തം പത്മജന്മന, സാക്ഷാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ പോലും. ലോകത്തിൽ ആർക്കായും ധൈര്യമുള്ളത്? നമ്മുടെ ഹിന്ദുവിനല്ലാതെ മറ്റാർക്കാ ഇങ്ങനെ പറയാൻ ധൈര്യമുള്ളത്? ഖുറാൻ വായിച്ചു നോക്കിയിട്ട് സൗകര്യമുള്ളത് സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ മതം ഉണ്ടോ? പിറ്റേ ദിവസം തീർന്നില്ലേ മതം? അതുകൊണ്ട് ഈ കൈവിട്ടും കാലുവിട്ടൊക്കെ നടക്കുന്നത്. കാരണം മറ്റൊരു ഓപ്ഷൻ ഇല്ല, മറ്റൊരു ചോയ്സ് ഇല്ല. കാരണം ഒറ്റ ഗ്രന്ഥത്തിൽ തീരും കാര്യങ്ങൾ. നമുക്ക് 4 വേദം, 5 ഉപവേദം, 6 വേദാംഗം, 18 പുരാണം, 108 ഉപനിഷത്ത് മൊത്തം നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് വേണ്ടിവരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രന്ഥത്തെ ആര് വിമർശിച്ചാലും നമുക്ക് ഭയമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെയാണ് യുക്തിഭദ്രമായത് സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ നാളെ ഒരു കൗൺസിലറായി മാറുമ്പോൾ ഏതൊരു വിഷയത്തെയും യുക്തിഭദ്രമായിട്ട് വിലയിരുത്തണം. എന്താണ് യുക്തി? മനുഷ്യന് മാത്രമുള്ള ഒരു കാര്യമാണ്. ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യനെ മാത്രം ഉള്ളൊരു പ്രത്യേകതയാണ് യുക്തി. ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, ധർമ്മബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനനം ചെയ്ത് ശരി തെറ്റുകളെ മനസ്സിലാക്കി ശരിയെ സ്വീകരിച്ച് തെറ്റിനെ തള്ളിക്കളയുന്ന ഒരു പ്രോസസ്സിങ്ങിന്റെ പേരാണ് യുക്തി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസ് ചെയ്താ ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താ? മൊബൈൽ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണോ? അല്ല, ശാസ്ത്രം എന്നാൽ സത്യത്തിന്റെ അന്വേഷണമാണ്. എല്ലാ മേഖലയിലും ശാസ്ത്രകാരന്മാരുണ്ട്. ആധ്യാത്മിക മേഖലയിൽ ശാസ്ത്രകാരന്മാരേതാ? മനസ്സിന്റെ ശാസ്ത്രത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവരാണ്. അതുകൊണ്ടാണ് അവരെ മനഃശാസ്ത്രകാരന്മാർ എന്ന് പറയുന്നത്, അല്ലേ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ നിരന്തര അന്വേഷണമാണ്. അവനാണ് ശാസ്ത്രജ്ഞൻ. മിസൈൽ അയക്കുന്നു, ശാസ്ത്ര സത്യമാണ്. മൊബൈൽ കണ്ടുപിടിക്കുന്നു, ശാസ്ത്ര സത്യമാണ്. മനുഷ്യ മനസ്സിനെ മതിക്കുന്ന വിഷമങ്ങളെ പരിഹരിക്കുവാനുള്ള അന്വേഷണം ശാസ്ത്ര സത്യമാണ്. ആയുർവേദം ശാസ്ത്രമാണ്, വേദം ശാസ്ത്രമാണ്, എല്ലാം ശാസ്ത്രമാണ്. സത്യത്തിന്റെ അന്വേഷണം. അപ്പൊ 3 കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഒരു പ്രബോധകൻ കാര്യങ്ങളെ വിചിന്തനം ചെയ്യേണ്ടത്. 1 ശാസ്ത്രം, 2 യുക്തി, ഇത് ഞാൻ സംസാരിച്ചു, 2, 3 വിശ്വാസം. ഇത് 3 വേണം. വിശ്വാസം എന്താ? ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നത് വിശ്വാസമാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നത് സത്യമാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുന്നത് വിശ്വാസമാണ്. ഒരുറപ്പുമില്ല. ഉറപ്പുണ്ടോ? ഇല്ല. അത് വിശ്വാസമാണ്. ഇന്നലെ രാത്രി നമുക്കൊപ്പം ഭൂമിയിൽ ഉറങ്ങാൻ കിടന്ന 60,000 ആളുകൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടില്ല, അല്ലെ? 800 കോടി ആളുകൾ പെർ ഡേ സൈലന്റ് അറ്റാക്ക്, മറ്റു രോഗങ്ങളും ഉണ്ട്. 60,000 ആളുകൾ മരിച്ചു പോകുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. അപ്പോ ഇന്ന് രാവിലെ മരിച്ചുപോയ 60,000 ആളുകളിൽ നിങ്ങളും ഞാനും ഉണ്ടായിരുന്നില്ല, അല്ലേ? ഇത് സത്യം. പക്ഷെ നാളെ രാവിലെ ഉണ്ടാകും, ഉണ്ടാകില്ല എന്ന് തീർത്ത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നാളെ ഉണ്ടാകും എന്നത് വിശ്വാസം. 2026 ജനുവരി 1 ചില പ്ലാനിങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും 2026 ജനുവരി 1 നമ്മളൊക്കെ ഉണ്ടാകും എന്നത് വിശ്വാസമാണ്. അപ്പം വിശ്വാസം, ശാസ്ത്രം, യുക്തി, ഇതിനെ 3നെയും കൂട്ടിക്കുഴച്ചിട്ടാണ്, ഇതിന് 3നും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഒരു പ്രബോധകന്റെ ജീവിതം. അപ്പൊ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. ഇതിന് 3നും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം. പ്രേതമുണ്ടോ? ദൈവമുണ്ട്. പ്രേതമുണ്ടോ? പ്രേതമുണ്ട്. എവിടെ ഉണ്ട്?
നമ്മുടെ ഉള്ളിലെ എവിടെയോ 5-ാമത്തെ 6-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 10 വയസ്സിനുള്ളിൽ സെറ്റ് ചെയ്ത കഥകളിൽ പ്രേതമുണ്ട്. അതുകൊണ്ടാണ് രാത്രി 2 മണിക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു ചെറിയ പേടിയില്ലേ, ചെറുതുമല്ല വലിയ പേടി തന്നെയാണ്. നമ്മുടെ ജബ്ബാർ മാഷിന്റെ യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാ, അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം പ്രേതമില്ല, സാത്താനില്ല എന്നറിയാം, എങ്കിൽ രാത്രി 12 മണിക്ക് പള്ളിപ്പറമ്പിന്റെ അടുത്തെത്തുമ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കും, പിറകു സാത്താൻ ഉണ്ടോന്ന്. ഇംപ്രിന്റിംഗ് പീരീഡ്. കുട്ടിയുടെ ഉള്ളിൽ കടക്കാൻ പാടില്ലാത്തത് കടക്കേണ്ടത്. ഒരു കാരണവശാലും പ്രേതത്തെ സപ്ലൈ ചെയ്യരുത് വീട്ടിൽ. കുഞ്ഞുങ്ങൾക്ക് പ്രേതത്തെ സപ്ലൈ ചെയ്യരുത്. ഇപ്പൊ SSLC ക്ലാസിന്റെ കുട്ടിയൊക്കെ, ഡിഗ്രി ക്ലാസിന്റെ കുട്ടിയൊക്കെ നമ്മൾ ക്യാമ്പയിൻ നടത്തും. ഇപ്പൊ ചോദിക്കാറുണ്ട് പ്രേതമുണ്ടോ? ദൈവമുണ്ടോ? ദൈവമുണ്ട്. പ്രേതം? പ്രേതമില്ല. കുട്ടികളൊക്കെ ഉഷാറാണ്. പ്രേതം ഏത് സാരി ഉടുക്കുക? വെള്ള സാരി. പ്രേതം മുടി കെട്ടാറുണ്ടോ, അഴിച്ചിടാറുണ്ടോ? പ്രേതം മുടി അഴിച്ചിടാറാണ് പതിവ്. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ പ്രേതമില്ല എന്നാര് പറഞ്ഞു? പ്രേതമുണ്ട്. യുക്തിബോധത്തിന്റെയും ശാസ്ത്രബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രേതത്തെ വിശകലനം ചെയ്യൂ. കുറച്ച് പണിയാണേ. പ്രേതമുണ്ടോ? പ്രേതം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബേസിക്കലി ഈ 3 കാര്യങ്ങൾ, ശാസ്ത്രം, യുക്തി, വിശ്വാസം, ഇതിൽ 3നും തുല്യ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം പ്രബോധകൻ. അപ്പൊ നമ്മുടെ ചിന്തയിൽ എപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മുടെ വാക്കുകളിൽ എന്ന പോലെ തന്നെ ചിന്തയിലും ആ ചിന്തയിലെ സ്റ്റാൻഡേർഡ് വാക്കിലേക്ക് പ്രതിധ്വനിക്കപ്പെടും. ഇല്ലാത്തൊന്ന് പുറത്തേക്ക് വരില്ല. പണ്ടൊരു അമ്പലത്തിൽ നിന്ന് വരുന്ന ഒരു തിരുമേനിയോട് ഒരാൾ വഴക്കിട്ടു. തിരുമേനിയോട് പറഞ്ഞു, മൂത്രം കുടിക്കുന്നവനെ, മലം ഭക്ഷിക്കുന്നവനെ എന്നൊക്കെ പറഞ്ഞ അങ്ങ് തെറി വിളിക്കാൻ തുടങ്ങി. പാവം തിരുമേനി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ആ പാത്രമൊക്കെ താഴെ വെച്ച്, നിവേദ്യത്തിന്റെ പാത്രമൊക്കെ താഴെ വെച്ച് പൂണൂലൊക്കെ ഒന്ന് റെഡിയാക്കി എന്നിട്ട് പറഞ്ഞു, പഴം ഭക്ഷിക്കുന്നവനെ, നെയ്കൂട്ടി ഉണ്ണുന്നവനെ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ആളെ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോ ഇത് കേട്ട് നാളെ ചോദിച്ചു, എന്തൊരു വഴക്കാണ് തിരുമേനി, ഇങ്ങനെയൊക്കെയാണ് വഴക്ക് പറയാ? അപ്പൊ തിരുമേനി പറഞ്ഞു, അവൻ ഭക്ഷിക്കുന്നതും കൂട്ട് അവൻ എന്നെ വിളിച്ചു, ഞാൻ ഭക്ഷിക്കുന്നതും കൂട്ടിയിട്ട് ഞാൻ അവനെ വിളിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ അവനവന്റെ കൾച്ചറിനും അവനവന്റെ സംസ്കാരത്തിനും അനുസരിച്ചിട്ടാണ് വാക്കുകൾ വായിൽ നിന്ന് വീഴുക. ഉള്ളിലുണ്ട് ഈ സാധനം. ക്രോധേങ്ങി വരുമ്പോ ഇതിങ്ങി വീഴും. വിലയിരുത്തപ്പെടുന്ന അവിടെയാണ്. അപ്പോഴാണ് പലരും പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയോ? നിങ്ങളുടെ വായിൽ നിന്ന് ഞാനിത് പ്രതീക്ഷയില്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ ക്രോധാണത് വളരെ പ്രധാനമാണ്. പ്രതികാരം. ഈ ഭീമന്റെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭീമൻ ദുര്യോധനന്റെ കാലിങ്ങനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അടിച്ച് ചമ്മതിയായിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചടിച്ച് പരത്തിക്കൊണ്ടിരിക്കുകയാണ് മൂപ്പര്. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്തേ ഇത്ര വെറുപ്പ് കയറാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഈ തുടയിൽ വന്നിരിക്കടി എന്നെന്റെ ഭാര്യയോട് രാജസദസ്സിൽ വെച്ച് ഇവൻ പറഞ്ഞു. ഇല്ലേ, മഹാഭാരതത്തിൽ ദ്രൗപദിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ, ഈ തുടയിൽ വന്നിരിക്കടി എന്ന്. ഈ തുട ഞാൻ ബാക്കി വെച്ചേക്കില്ല. എന്നിട്ട് ഭീമൻ പറയുന്ന ഒരു തത്വചിന്തയുണ്ട്, ഫിലോസഫിയുണ്ട്. ഭഗവാനെ, വാളുകൊണ്ടുള്ള മുറിവ് വേഗം ഉണങ്ങും, വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. ശരിയാണോ ഇത്? കറക്റ്റ്. ആരൊക്കെ നമ്മളെ എന്തൊക്കെ വേദനിപ്പിച്ചില്ല, ഏതൊക്കെ വാക്കുകൾ നമ്മുടെ എല്ലാം ഉള്ളിൽ ചിലപ്പോൾ മുറിവുണങ്ങാതെ കിടക്കുന്നുണ്ടാവും. ഈ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം നമ്മൾ ആരൊക്കെ മുറിവേൽപ്പിച്ചു എന്നുള്ളത്, ഇല്ലേ? അപ്പൊ നമ്മൾ പലരെയും മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും, നമുക്കും പലപ്പോഴും മുറിവേറ്റിട്ടുണ്ടാവും. ഏറ്റ മുറിവ് വേഗം ഉണക്കണം. ആരുണക്കണം? നമ്മൾ ഉണക്കണം. ഏൽപ്പിച്ച മുറിവിന് പ്രായശ്ചിത്തവും ചെയ്യണം. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ഇത് നടക്കുമോ ഒന്ന് നോക്കണം കേട്ടോ. ഏൽപ്പിച്ച മുറിവിന് പ്രായശ്ചിത്തം, ഏറ്റ മുറിവിന് ഉണക്കണം. എങ്ങനെയാ പ്രായശ്ചിത്തം ചെയ്യാം? അച്ഛനോട് തെറ്റായൊരു വാക്കും കൊണ്ട് പറഞ്ഞു പോയി, എന്ത് ചെയ്യാനാ? വായിൽ നിന്ന് വീണ് പോയില്ലേ? മാപ്പ് പറഞ്ഞാൽ മതി, ക്ഷമ ചോദിച്ചാൽ മതി. അമ്മയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്ക് മാതാപിതാക്കളോട് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മഹാക്ഷേത്രത്തിൽ ഒരു ശയന പ്രദർശനം, മഹാക്ഷേത്രത്തിൽ ശയന പ്രദർശനം ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞ വാക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ല. ശരീര പീഡ നൽകുമ്പോൾ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. ഒരു ശയന പ്രദർശനമൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ ഇത് ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. മനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷേഹ. മനസ്സാണ് മനുഷ്യനെ ബന്ധിപ്പിക്കുന്നത്, മനസ്സാണ് മനുഷ്യനെ മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ പാപബോധം ഉണ്ടായാൽ, ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ബോധമൊക്കെ ഉണ്ടായാൽ, ജീവിതം എല്ലാ ദിവസവും അസ്വസ്ഥമായിരിക്കും, എല്ലാ ദിവസവും ടെൻഷനായിരിക്കും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതിന് പ്രായശ്ചിത്തം ചെയ്യണം. ഇന്ന് ഞാനൊരു പ്രായശ്ചിത്തത്തിന്റെ നല്ലൊരു സംഭവം കേട്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറയാണ്, കല്യാണം കഴിച്ചിട്ട് 16 വർഷം കഴിഞ്ഞിട്ട് ആ കുട്ടി ഉണ്ടായത്.
എന്തേ 16 വർഷം കഴിഞ്ഞ് കുട്ടി ഉണ്ടാവാൻ കാരണം? അതെന്റെ കുടുംബത്തിൽ വലിയൊരു തെറ്റ് നടന്നു. ആ തെറ്റിന് അച്ഛനോ എൻ്റെ ഇളയച്ചന്മാരോ ആരും പ്രായശ്ചിത്തം ചെയ്തില്ല. വീട്ടിൽ ജോലിക്ക് വന്ന സ്ത്രീ 40 വർഷം മുമ്പ് ഗർഭിണിയായി. 6-ാം മാസമായപ്പോ ആ ഗർഭത്തെ നശിപ്പിച്ചു. ഇരട്ട കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ശാപം ഉണ്ടാവും. ആ കുടുംബത്തിൽ ഒരാളായിരുന്നു ഒരു ഉത്തരവാദി. അതുകൊണ്ട് ആ സ്ത്രീയുടെ ശാപം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് കുട്ടി ഉണ്ടായില്ല. ഞാൻ വർഷങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു ദിവസമാണ് എനിക്ക് ഇങ്ങനൊരു ന്യൂസ് കിട്ടിയത്. ഞാൻ ആ സ്ത്രീയെ പോയി കണ്ടു. നല്ല വിരൂപിയായ സ്ത്രീയാണ്. മുഖത്തിന് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് വൈരൂപ്യം നന്നായിട്ടുണ്ട്. പക്ഷേ സുന്ദരമായ മനസ്സാണ്. അവരെ കെട്ടിപ്പിടിച്ചു, കാല് പിടിച്ച് അവരോട് മാപ്പ് പറഞ്ഞു. ഇങ്ങനെ എൻ്റെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ ദുരന്താനുഭവം ഉണ്ടായി, എന്നോട് പൊറുക്കണം. അവർ പൊറുത്തു. അടുത്ത വർഷം എനിക്ക് 3 കുട്ടികൾ ജനിച്ചു. ആ സ്ത്രീ അവരുടെ ഭാര്യ പ്രസവിച്ചു. ആധുനിക ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ 3 കുട്ടികളാണ്. സന്തോഷമായി. കാരണം പ്രായശ്ചിത്ത കർമ്മത്തെ ചെയ്യും. അതുകൊണ്ട് പ്രായശ്ചിത്ത കർമ്മങ്ങളെല്ലാം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പ്രബോധയുടെ ക്ലാസ് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ഉള്ളിൽ പാപബോധം, കുറ്റബോധം ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം എല്ലാം. എങ്കിൽ മാത്രമേ ഇതൊക്കെ അങ്ങോട്ട് പിടിച്ചെടുക്കൂ. നമുക്ക് 2 തരം ശരീരങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും 2 തരം ശരീരങ്ങളാണ്. സ്ഥൂല ശരീരം പുറത്ത് കാണുന്ന കണ്ണ്, കൈ, കാല്, മൂക്ക്, നാക്ക്, ഹൃദയ, ആമാശയം ഇതൊക്കെ ചേർന്നാൽ സ്ഥൂല ശരീരമായി. സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് ആചാര്യന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. മനസ്സ്, ബുദ്ധി, ആത്മാവ് സൂക്ഷ്മ ശരീരം എന്ന് ഒരു വിഭാഗം, ആത്മാവ് മാത്രമാണ് സൂക്ഷ്മ ശരീരം എന്ന് മറ്റൊരു വിഭാഗം. എന്തോലും ആവട്ടെ, നമുക്ക് സൂക്ഷ്മ ശരീരത്തിൽ 3 പെടുത്താം: മനസ്സ്, ബുദ്ധി, ആത്മാവ്. അപ്പൊ പഞ്ചദശയിൽ മനസ്സിനെ വിവരിക്കുന്നുണ്ട്. എന്താണ് മനസ്സ്? അപ്പൊ യാജ്ഞവൽക്യനോട് ഗാർഗി ചോദിക്കുകയാണ്, അങ്ങനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് പലയിടത്തും ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് പലയിടത്തും ഓടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? സിമ്പിളായ ചോദ്യം. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ മനസ്സിനെ അങ്ങയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടിപ്പിക്കുന്ന സത്യം ഏതാണ്? അത് വല്ലാത്തൊരു ചോദ്യമാണ്. മനസ്സ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പല സ്ഥലങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികം. അതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേട്ട കാര്യങ്ങളാണ്. പക്ഷെ ഈ ഓടിപ്പിക്കുന്നതിന്റെ പിറകിലെ ഒരു ശക്തി ഏതാ? ഈ മനസ്സിനെ ഇങ്ങനെ ഓടിപ്പിക്കുന്നില്ലേ നമ്മളെ പലയിടത്തും, നമ്മളെ പല പ്രശ്നങ്ങളിലും കൊണ്ടുവന്ന് എത്തിക്കുന്ന, പല വിഷയങ്ങൾക്കും സമസ്യകളില്ലാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കുന്ന, ഒത്തിരി പ്രോബ്ലംസിന് കാരണമായ, മനസ്സിനെ വിചിന്തനം ചെയ്യിപ്പിക്കുന്നതിൽ ആടി ഉലയിപ്പിക്കുന്ന, സങ്കല്പ വികല്പങ്ങളെ ഉണ്ടാക്കുന്ന ഈ ശക്തി ആരാ? ഏതാണ്? അപ്പൊ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇത്തരം വിഷയങ്ങൾ കൂടി മനസ്സ്, ബുദ്ധി, ആത്മാവ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്താണ് സൂക്ഷ്മ ശരീരം, എന്താണ് സ്ഥൂല ശരീരം? നമുക്ക് കുറേ സമയം വേണ്ട ഒരു വിഷയമാണ്. മനസ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ നല്ല മനഃശാസ്ത്രകാരനാണ്, സൈക്കോളജിസ്റ്റാണ്, നല്ല കൗൺസിലറാണ്. മനസ്സിനെ അറിയുക. നമ്മുടെ മനസ്സിനെ നമ്മൾ അറിഞ്ഞാൽ സമസ്ത ലോകത്തിന്റെയും മനസ്സിനെ നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്നെ അറിയുമ്പോൾ തന്നെ അരുത് പീഡ ഒരു ഉറുമ്പിന് പോലും എന്ന് പറയുന്നത്, ഒരു പീഡ എൻ്റെ ശരീരത്തിൽ കിട്ടുമ്പോൾ അത് ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ, ആ പീഡ ഒരു ഉറുമ്പിന് കിട്ടുമ്പോൾ ഉറുമ്പിനും ആ വേദന ഉണ്ടാവില്ലേ? അരുത് പീഡ ഒരു ഉറുമ്പിന് പോലും എന്ന് പറയുന്നതിന്റെ ബേസ് ഇതാണ്. ആത്മവിൽ സർവഭൂതാനി എന്ന് പറയുന്ന, നീ നിന്നെ പോലെ സർവ്വജീവജാലങ്ങളെയും ആത്മാവിനെ കാണൂ എന്നൊക്കെ പറയുന്ന തലാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ബേസ് നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനെ മഥിച്ച വിഷയത്തിൽ അർജുനനുണ്ടായ ആശയക്കുഴപ്പം, ആ മനസ്സിനെ മഥിച്ച വിഷയത്തെ എങ്ങനെയാണ് ഗംഭീര കൗൺസിലർ, ലോകത്തിലെ എന്നത്തെയും മികച്ച ആ കൗൺസിലറായ, സൈക്കോളജിസ്റ്റായ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൈകാര്യം ചെയ്ത ആ വിഷയത്തിലേക്ക് നമുക്ക് പയ്യെ വരാം. എല്ലാവർക്കും